അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന കേരളത്തിലെ സാക്ഷര സമൂഹം നെഞ്ചോട് ചേർത്ത് പിടിച്ച അന്യസംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾ ഈ നാട്ടിൻ്റെ സമാധാനത്തിൻ്റെ അന്തകരാകുമോ എന്ന ആശങ്കയിലാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ പലതും ഞെട്ടിക്കുന്നതാണ്. നാടുവിട്ടോടുന്ന കേരള യുവത്വത്തിന് ബദലൊരുക്കാൻ അതിഥികളാകുമെന്ന് വീമ്പ് പറഞ്ഞവരൊക്കെ മാളത്തിലൊളിച്ച സ്ഥിതിയാണ്. മധ്യ കേരളത്തിലെ നിലവിലുള്ള സാമൂഹിക സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങളുടെ അടിവേരറുത്ത് സംഘടിതരായി കുടിയേറ്റ തൊഴിലാളികൾ രൂപമാറ്റം വരുന്നത് എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കാനാകും? ഇവരിലെ ഒരു ഗണ്യമായ വിഭാഗത്തിൻ്റെ ക്രിമിനൽ കുറ്റങ്ങളും ഭീകരവാദ അജണ്ടകളും സാമൂഹ്യ വിരുദ്ധതയും നിയമലംഘനങ്ങളും ആശങ്കാജനകമാണ്. ഇവരിലൂടെയുള്ള മദ്യമയക്കുമരുന്ന് വ്യാപാരം സൃഷ്ടിക്കുന്ന ആഘാതം ഭീതിജനകമാണ്. രാഷ്ട്രീയ അധികാര പിൻബലമുള്ളവരായി ഇക്കൂട്ടർ മാറുന്നെങ്കിൽ ഇവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കറുത്ത ശക്തികൾ ആര്? ഇപ്പോൾ റേഷൻ കാർഡ് ഉടമകളായിരിക്കുന്ന ഇക്കൂട്ടർ നാളെ വോട്ടർമാരും സ്ഥിരതാമസക്കാരുമാകും. സംസ്ഥാനം, പ്രത്യേകിച്ച് മധ്യ കേരളം, ഭാവിയിൽ നേരിടാനിരിക്കുന്ന വലിയ അരക്ഷിതാവസ്ഥയുടെയും സാമൂഹ്യ വിപത്തിൻ്റെയും വിത്തുകൾ ഈ മണ്ണിൽ ഇതിനോടകം ഇതര സംസ്ഥാന തൊഴിലാളികൾ പാകിക്കഴിഞ്ഞു. അതിലുപരി ഇവരിൽ നല്ലൊരു പങ്കും നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന മറ്റ് രാജ്യക്കാരാണെന്നും കൊടും ക്രിമിനലുകളാണെന്നുമൊക്കെയാണ് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഭാവിയിൽ കേരളം ഭീകരവാദികളുടെ ഇടത്താവളമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവർ മാത്രമല്ല, അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക എന്നീ അയൽരാജ്യങ്ങളിൽ നിന്നുള്ളവരും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ ഏജൻസികൾ തന്നെ നൽകുന്ന സൂചനകൾ. ഇവരുടെ പൗരത്വ രേഖയുടെ നിജസ്ഥിതിയും സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു. മ്യാൻമറിൽ നിന്ന് അഭയാർത്ഥികളായി ബംഗ്ലാദേശിലെത്തിയ റോഹിംഗ്യൻ വിഭാഗങ്ങളും ഇക്കൂട്ടത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക്, ബംഗ്ലാദേശിൽ നിന്ന് പുഴ കടന്ന് ബംഗാളിലേക്ക് നിങ്ങൾ എവിടെ നിന്നു വരുന്നു എന്ന് ചോദിച്ചാൽ കൽക്കത്തയിൽ നിന്നും വരുന്നു, അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്നു എന്ന് മറുപടി പറയും. രേഖകൾ വല്ലമുണ്ടോ എന്ന ചോദ്യത്തിന് കാണിക്കുന്നത് ഹസ്തരേഖ മാത്രം. ചിലർ ബംഗാളിൽ നിന്നുള്ള വോട്ടർ ഐഡിയും കാണിക്കും. 2024 മെയ് ആദ്യവാരം കേന്ദ്ര മിലിറ്ററി ഇൻ്റലിജൻസ് പുറത്തുവിട്ട റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ കുടിയേറിയിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളോടൊപ്പം 50,000-ലധികം പേര് വിദേശ രാജ്യങ്ങളിലെ അഭയാർത്ഥികളാണെന്നും കൃത്രിമ രേഖകളുണ്ടാക്കി ഇവിടെ കഴിയുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വ്യാജ ആധാർ കാർഡുമായാണ് ഇവർ എത്തിയിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷവും മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. പെരുമ്പാവൂരിലെ ഫായ് മാർക്കറ്റുകൾ, അവയ്ക്കുള്ളിൽ വ്യാജ ആധാർ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ മലപ്പുറത്തെ ഒരു അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വിലാസങ്ങളിൽ അവിടെ നിന്ന് നുഴഞ്ഞു കയറി 50 ആധാർ ഐഡികൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത കാലത്ത് കേരള പോലീസിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് തൊഴിലാളികളിൽ നിന്നും പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. വൻ മാഫിയ ഇതിനു പിന്നിലുണ്ടെന്നാണ്, ഇതിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഓരോ ദിവസവും കൂടുതൽ പേര് എത്തിച്ചേരുമ്പോഴും ഇവരുടെ കണക്കെടുപ്പ് കൃത്യമാക്കാനാകാതെ സംസ്ഥാന സർക്കാരും ഇരുട്ടിൽ തപ്പുകയാണ്. ഈ അതിഥികളെ സ്പോൺസർ ചെയ്യുന്ന വൻ സംഘങ്ങൾക്ക് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വരെ സ്വാധീനമുണ്ടെന്ന ആശങ്കയാണ് പലരും പങ്കുവയ്ക്കുന്നത്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം നിർണായകമാണ്. ചെറുകിട, വൻകിട വ്യാപാര സ്ഥാപനങ്ങളിൽ, നിർമ്മാണം, കാർഷികം ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ വിവിധങ്ങളായ സേവന മേഖലകളിൽ ഇവരുണ്ട്. വൈകുന്നേരങ്ങളിൽ ഭക്ഷണശാലകൾ പലതും നിറയുന്നത് ഇവർക്ക് പങ്കുണ്ട്. പലചരക്ക്, പച്ചക്കറി സ്ഥാപനങ്ങളെ ചലിപ്പിക്കുന്നതും ഇവരുടെ സാന്നിധ്യമാണ്. ഇവരില്ലെങ്കിൽ ഉൽപ്പാദന മേഖലകൾ പലതും നിശ്ചലമാകുന്ന സ്ഥിതിയിലേക്ക് എത്തി കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട് അതിഥികളുടെ സ്വന്തം നാടുകൂടിയായി മാറിയിരിക്കുന്നു. അതേസമയം ഇവരിലൂടെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഭീകരവാദികളെയും ക്രമസമാധാന പ്രശ്നങ്ങളെയും മുളയിലെ നുള്ളാൻ സംസ്ഥാന ഭരണ സംവിധാനങ്ങൾ മടിച്ചു നിൽക്കുന്നത് ആരെ ഭയന്നിട്ടാണ്? ഇനിയെങ്കിലും ഇവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അപകടം ഒരുപാട് അകലെയല്ലെന്ന് ഓർക്കണം. ഭയം വേണ്ട, ജാഗ്രത മതിയെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അവനവൻ്റെ നെറ്റിക്ക് വരുമ്പോഴറിയാം ഭയം വേണോ ജാഗ്രത മതിയോ എന്ന്.